Good morning. Good morning, ma'am. 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 Prayer ആരാണ്? Ma'am, ഞാനാണ് ലിൻസി. Okay, പറഞ്ഞോ ട്ടാ. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing. Send them upon us, O Lord. Grant us now a refreshing. Come and now honor the word. Showers of blessing, showers of blessings we need. Mercy drop round us are falling, but for the showers we plead. But for the showers we plead. Thank you, ma'am. Sign ആരാണ്? Yes, ma'am. പറഞ്ഞോളൂ. Good morning, everyone, and welcome Abarna ma'am and all my dear friends. Today we are going to learn a rainbow song. Are you ready? So let us start. Rainbow, Yes. rainbow, rainbow in the sky. Sun shines and rain, that is why. Rainbow, rainbow, rainbow in the sky. Sun shines and rain, that is why. Red and orange, yellow, green and blue. Indigo, violet, that is very true. Red and orange, yellow, green and blue. Indigo, violet, that is very true. Sometimes half, sometimes full, but rainbow is really beautiful. Sometimes half, sometimes full, but rainbow is really beautiful. Rainbow, rainbow, rainbow in the sky. Sun shines and rain, that is why. Signing by Sini from Thrissur. Thank you. Okay. Thought of the day ആരാണ്? ഞാനാണ് മിസ്. പറഞ്ഞോളൂ. Good morning, miss, and good morning, my dear friends. I am Ajita. Today I am here to present thought for the day. Today's thought: you have to dream before your dreams can come true. APJ Abdul Kalam. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നം കാണണം. Once again, today's thought: you have to dream before your dreams can come true. I wish you have a wonderful and beautiful day. Thank you, miss, and thank you, my dear friends. Okay, thank you all. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണിക്കായിരുന്നു. ഏതാണ്? നാലാമത്തെ പോയിന്റ് ഡ്രോണിങ്. പോകുന്നത് അല്ലെ? നമ്മൾ CPR കൊടുക്കുന്നു പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു. എല്ലാവരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രസന്റ് ചെയ്തോ? കുറച്ച് പേര് പ്രസന്റ് ചെയ്തു. ഇപ്പൊ ചെയ്തോ? നിങ്ങൾ പേര് അയക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് വിളിക്കാനായിട്ട്. Okay. പേര് മെസ്സേജ് ആയിട്ട് അയക്കാൻ ഞാൻ വിളിക്കാം കേട്ടോ. ഫസ്റ്റ് അപ്പം റഷീദ. റഷീദ Okay. പിൻ ചെയ്തിട്ടാടാ. 1 മിനിറ്റ് ഇട്ടാടാ.
പിൻ ചെയ്തിട്ട് പ്രസന്റ് ചെയ്തോ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. മോനിക്ക് പറയണ്ടെങ്കിൽ മ്യൂട്ട് ഓൺ ആക്കണം കേട്ടോ. മ്യൂട്ട് ഓൺ ആക്കിയിട്ട് ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിന്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. കണ്ടോ മാം? കാണുന്നുണ്ട് കേട്ടോ, പറഞ്ഞോളാം. ആ ഇത് നമ്മളെ കാലൊക്കെ പൊട്ടിയാൽ വിൽക്കുന്ന ക്രീം. കാണാൻ പറ്റുന്നില്ലടാ, അത് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ആക്കാൻ. കാണുന്നില്ല? കാണിച്ച ക്രീം കണ്ടില്ല എന്ന് പറഞ്ഞ ക്രീമാ ഇതാ. എന്തിനാ യൂസ് ചെയ്യുന്നേ? ഈ കാലൊക്കെ വിണ്ട് കീറില്ലേ? മോയ്സ്ചറിന്റെ ക്രീം. ആ പിന്നെ ഗ്ലൗസ്, പൊള്ളലിന്റെ മരുന്ന്, ഓക്കേടാ. ബാൻഡേജ്, പഞ്ഞി, മുറിവൊക്കെ ഉണ്ടായാല് മുറിപൊടി, പൊടി, സോപ്പ്, ഡെറ്റോള്, ഡെച്ചാടിയ, മറ്റേ മുറിവിനൊക്കെ കിട്ടുന്ന ആ റോളില്ലേ, പ്ലാസ്റ്റിക്കിന്റെ, വിക്സ്, മൂവ്, ഇതെപ്പോഴും ആവശ്യമാണ് വീട്ടിൽ. മോൾക്ക് എപ്പോഴും പനിയാണ്, ഇടക്കിടക്ക് പനി വരും. അപ്പൊ ഇത് പാരസെറ്റമോള്, ബാൻഡേജ്, പാരസെറ്റമോള്. ഓക്കേടാ. ഓക്കെ. ബോക്സ് കണ്ട മാം? ഞാൻ ഉണ്ടാക്കിയതാ. കുഴപ്പമില്ല, നല്ലതാണ്. ആ റിൻഡാട്ടാ. ആ റിൻഡ. മാം കാണിച്ചോട്ടെ? പ്രസന്റ് ചെയ്തോടാ. ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. പിടിക്കും. ഇത് ഓരോ മെഡിസിൻസ് ആണ്. പാരസെറ്റമോൾ ഉണ്ട്, പിന്നെ വയറുവേദനയുടെ, ഛർദിയുടെ ഒക്കെ ഗുളികകളാണ്. ഇത് പഞ്ഞിയാണ്. കോട്ടന്റെ തുണി, ബാൻഡേജ് നമ്മൾ കൈയൊക്കെ മുറിഞ്ഞാലായിട്ട് വെക്കാനാണ്, വിക്സ്, ഇത് ബഡ്സ്, മൂക്കടപ്പിനൊക്കെ ഒഴിക്കണ തുള്ളി മരുന്നില്ലേ കുട്ടികളുടെ, അതാണ്. ഇത് കാൽസ്യത്തിന്റെ ഒരു ടാബ്ലറ്റ്. ഇത് വേദനയ്ക്കൊക്കെ പറ്റുന്ന ഒരു ഓയിൽമെന്റ്. ഇത് ബെറ്റാഡിന്റെ ഒരു ഓയിൽമെന്റ്. ഇത് ബെറ്റാഡിന്റെ തന്നെ ലിക്വിഡ്. ഇത് ഐയും ഇയർ ഡ്രോപ്സ് ആണ്. ഇത് സ്പിരിറ്റ് ആണ് ക്ലീൻ ചെയ്യാനൊക്കെ. പിന്നെ ഡെറ്റോൾ ഉണ്ട്. ഇത് ചുമയുടെ വാവകളുടെ ഒരു സിറപ്പാണ്. ഇത് പാരസെറ്റമോളിന്റെ ഒരു സിറപ്പാണ്. ഇത് പനി കൂടുമ്പോ ഉപയോഗിക്കണ മെഫാൾ എന്ന് പറയുന്ന ഒരു സിറപ്പാണ്. വാസ്ലിൻ, ടൈഗർ ബാം, യൂക്കാലിപ്സ്. ഇത് മറ്റേ ഇളനീർ കുഴമ്പില്ലേ കണ്ണിലൊക്കെ ഒഴിക്കണേ, ക്ലിയർ ആവണം. പിന്നെ ബ്ലൈഡ് ഉണ്ട്, സിസേഴ്സ്. ഇത് വാവകളുടെയൊക്കെ പനി നോക്കാനായിട്ട് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങൾ കുറെ മുമ്പ് മേടിച്ചതാണിത്.
പിന്നെ ഇത് നമ്മുടെ ബാൻഡേജ് ചുറ്റണ പോലൊരു, ഇത് കുറച്ച് കൊള്ളാത്തതാണ്, കുറച്ച് തേനാണ്, ഹണി. പിന്നെ ഇത് ഹാൻഡ് സാനിറ്റൈസർ, ഇതൊരു ഷേവിങ് സെറ്റ്, ഒരു ടോർച്ച്. പിന്നെ ഇത് സോഡിയം ക്ലോറൈഡിന്റെ ഒരു സ്റ്റെറിലൈസ് ലിക്വിഡ് ആണ്, ക്ലീൻ ചെയ്യാനൊക്കെ. ഇത് മൂവിന്റെ ഒരു സ്പ്രേ. ഇത്രയേ ഉള്ളൂ മാം. ഓക്കേടാ. സിനി യെസ് മാം. പ്രസന്റ് ചെയ്തോ. ക്യാമറ ഓണാക്കാൻ പറ്റുന്നില്ല, അറിയുന്നില്ല. സിനി രഞ്ജിത്താണോ? ഇല്ല, സിനി. സിനിയാണോ? അടുത്ത സിനി രഞ്ജിത്ത് പ്രസന്റ് ചെയ്യാം കേട്ടോ. മാം കാണുന്നുണ്ടോ? കാണാതെ പ്രസന്റ് ചെയ്തോളൂ. ഗ്ലൗസ്, കോട്ടൺ, ഗോസ്, മാസ്ക്, ഡെറ്റോള്, പിന്നെ ബിറ്റാഡിൻ ഓയിൽമെന്റ്, റോളർ ഗോസ്, പേപ്പർ പ്ലാസ്റ്റർ, പിന്നെ സിസേഴ്സ്, പിന്നെ വിക്സ്, ഇയർ ഡ്രോപ്സ്, നെയ്സൽ ഡ്രോപ്സ്, പിന്നെ കുട്ടികളുടെ ചുമയുടെയും പനിയുടെയും മരുന്ന്, പിന്നെ ടാബ്ലറ്റ്സ്, പാരസെറ്റാമോള്, പെയിൻ കില്ലർ. ഓക്കെ മാം. ഓക്കേടാ. അടുത്ത സിനി രഞ്ജിത്ത് പ്രസന്റ് ചെയ്യണ്ട. ബാക്ക് ക്യാമറ പറ്റുന്നില്ല മാം, എങ്ങനെയാന്ന് അറിയണില്ല. ക്യാമറ ഓൺ ആക്ക്. ക്യാമറ ഓൺ ചെയ്തിട്ട് മുകളിലായിട്ടൊരു ആരോ ഉണ്ടാവും റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. ക്യാമറ ഓൺ ചെയ്താലാണ് ആ ആരോ വരാം. ഇനി മുകളിലൊരു ആരോ മാർക്ക് വന്നിട്ടുണ്ടാവും ടോപ്പിലായിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള. മാറില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മുകളിൽ ആരോ മാർക്കൊന്നും വന്നില്ല സിനി. ഒരു സ്ക്വയർ റെക്ടാംഗിൾ പോലെ ഒരു ആരോ മാർക്ക് ഉണ്ടാവുമല്ലോ ക്യാമറയ്ക്ക്. ഇപ്പൊ ആയിന്ന് പറയുന്നു കേട്ടോ. ഓക്കെ സിനി, കുഴപ്പമില്ല കേട്ടോ. മോൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോ എങ്ങനെയാണ് ക്യാമറ ഓൺ ചെയ്യണേന്ന് ഫ്രണ്ട്സിനോട് ചോദിച്ചൊന്ന് പഠിക്കണം കേട്ടോ. കേട്ടാ? ശരി മിസ്സാ, ഇങ്ങനത്തെ ക്ലാസ്സിൽ കളിച്ചാൽ. അടുത്ത ആരാണ്? പേര് വായിക്കാൻ പറ്റുന്നില്ല. സുരമ്യയാണോ മാം? സുരമ്യ ഉണ്ടായിരുന്നു. പേര് പറഞ്ഞേടാ. സുരമ്യ. സുരന്യ. സുരമ്യ. ഓക്കെ, സുരമ്യ. ഓക്കെ മാം. പ്രസന്റ് ചെയ്തോട്ടെടാ. ഓക്കെ മാം. ഇതാണ് മാം എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. മോൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് സിസേഴ്സ്, പിന്നെ ഇത് കോട്ടൺ, പിന്നെ ഇത് ഒരു ഡെറ്റോള്, പിന്നെ ഇത് മറ്റേ വേന വരുമ്പോഴത്തേക്കുള്ള റുമാലിൻ ഓയിലാണ്. പിന്നെ നെക്സ്റ്റ് ഇത് ഗ്യാസിനുള്ള മരുന്ന്. പിന്നെ ഇത് ബാൻഡേഡ്, പിന്നെ പാരസെറ്റാമോള്, പിന്നെ ഇത് മറ്റേ ആക്സ് ഓയില്. എല്ലാവർക്കും പനിയായിരുന്നു. സ്ട്രെസ് പിൽസ്,
ഇത് മാം ബെറ്റാഡിന്റെ ഓയിൽമെന്റ്. മാം ഇത് മറ്റേ പൊള്ളലിനുള്ള മരുന്ന്. ഇത് ചുമയ്ക്കുള്ള ഒരു കഫ് സിറപ്പാണ് ഹോമിയോയുടെ. വിക്സ്, പാരസെറ്റമോൾ സിറപ്പ്, പിന്നെ നേസൽ ഡ്രോപ്സ്. ഓക്കേടാ. അടുത്താരാണ്? ആര്യ. ആര്യ ആര്യ ആര്യന്നില്ലേ? ആര്യ, വികാസ്, ഓക്കെ. എല്ലാവരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ കണ്ടു, ഓക്കെ ആണ്. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്യണത് എന്റെ അഭിപ്രായം കേട്ടോ. ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ORSന്റെ പൗഡർ ആരും വെച്ചതായിട്ട് കണ്ടില്ല. ആര്യ പ്രസന്റ് ചെയ്തോ? ഇതൊരു ആണ്. പിന്നെ ഇതൊരു പാരസിറ്റാമോളിന്റെ ഒരു ഗുളികയാണ്. പിന്നെ ഇത് സെർലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിൻമെന്റ് ആണിത്. പിന്നെ ഒരു സെർലൈറ്റിന്റെ ഒരു പാഡ്, മറ്റേ കയ്യിലൊക്കെ ബാൻഡേജ് ഒക്കെ പോലെ ഒരു പാഡ്. പിന്നെ കല്ലൊക്കെ മുറിവ് വരുന്ന ഒരു വേറെ ടൈപ്പ് ഒരു പാഡ്. പിന്നെ ഈ ഒടിവാനെ ചുറ്റുന്ന ബാൻഡേജ്. പിന്നെ നേച്ചർ ഡ്രോപ്പ്. പിന്നെ ഒരു മുറിവിനെ ചുറ്റുന്ന ഒരു ഓയിൻമെന്റ് പോലെ സെർലൈറ്റ്സില്. പിന്നെ ഇത് മാസ്ക്. പിന്നെ ഒരു ഓയിൻമെന്റ്, കാലിലൊക്കെ മുറിവ് വരുമ്പോ സ്കിന്നിന് അലർജി ഉണ്ട്, മോളുടെ ഇതിന്റെ അലർജി ഉള്ളതുകൊണ്ട് അതിന്റെ ആണ്. പിന്നെ മറ്റേ വേറെ കാലിന് കൈക്കൊക്കെ അലർജി ഉണ്ടാവും, സ്കിൻ അലർജി ഉണ്ട്. അപ്പൊ അതിന്റെ ഇതിലായിട്ട് പറ്റുന്ന ഒരെണ്ണം. പിന്നെ ഒരെണ്ണം പൊള്ളലിനുള്ളത്. ഓക്കേടാ. ഞാൻ പറഞ്ഞോണ്ടിരുന്നതേ, ORSന്റെ പൊടി ആരുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കണ്ടില്ല. മാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണ് പ്രസന്റ് ചെയ്ത്, അപ്പൊ എന്റെ ബോക്സിൽ ഉണ്ടായിരുന്നല്ലേ? അത് നല്ലതാണ്. അവര് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ORS പാക്കറ്റ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ല. സോ അത് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. മാം ഞാൻ ഉണ്ടാക്കി വെക്കാം. മോൻ വാശി ഓക്കേടാ, കുഴപ്പമില്ല. ഇനി അടുത്തതാണ് ഇടയ്ക്ക് കട്ടായി പോയായിരുന്നു. നെറ്റ്വർക്കിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു ഒന്നും. നീ പറഞ്ഞത് ORS ഇല്ലേ? ORSന്റെ പൗഡർ ആ ഒരു പാക്കറ്റ് നമുക്ക് കിട്ടില്ലേ? അത് നമ്മള് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മാം ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രസന്റ് ചെയ്തില്ലായിരുന്നു, കാണിക്കാൻ പറ്റിയില്ല. ചെയ്യാടാ. ഓക്കെ മാം, പ്രസന്റ് ചെയ്തോട്ടാടാ. ഓക്കെ മാം. ഓക്കെ, മ്യൂട്ട് ഓൺ ആക്കിയിട്ട് പറഞ്ഞോടാ. മ്യൂട്ടാണേ, ഓൺ ആക്കിയിട്ട് പറഞ്ഞു. മാം ഇത് പെയിനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേ ആണ്. പിന്നെ മൂക്ക് വേണ്ടിയിട്ടുള്ള പാരസെറ്റമോളിന്റെ സിറപ്പ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ കൊതുകൊക്കെ കടിക്കുമ്പോൾ, എന്തെങ്കിലും പ്രാണികൾ കടിക്കുമ്പോൾ വേണ്ടിയിട്ട് അലർജി ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാമാണിത്. പിന്നെ ഇതും പെയിനിന് വേണ്ടിയിട്ട് പുരട്ടുന്ന ഒരു ക്രീം തന്നെയാണ്. പിന്നെ നേസൽ ഡ്രോപ്പ് വലിയവരുടെ ഇതുണ്ട്, ചെറിയവരുടെ കുഞ്ഞിന്റെ ഉണ്ട്, ഞങ്ങളുടെ ഇതുണ്ട്. പിന്നെ മുറിവിനിടുന്ന പൊടി. പിന്നെ ഒരു ഇയർ ഡ്രോപ്സ് ഉണ്ട്. പിന്നെ കലാമിൻ ലോഷൻ ഉണ്ട്. പിന്നെ മുറിവിന് വേണ്ടിയിട്ടുള്ള ബാൻഡേഡും അതിനകത്ത് വെച്ച് വരുന്ന പഞ്ഞിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത്. പിന്നെ ഒരു ആക്സ് ഓയില്,
പിന്നെ ഒരു സിസറ്, പിന്നെ ഒരു കോട്ടൺ ഉണ്ട്, പിന്നെ ORSന്റെ ഒരു ചെറിയൊരു സാഷയുണ്ട്. എത്രയേ ഉള്ളൂ മാം? ശ്യാം. ഒരു പേര് പറഞ്ഞേടാ. ഷംന. ഓക്കെ. ഞാൻ പിൻ ചെയ്യാട്ടോ. ഒരു കാണിച്ചോട്ടെ മാം? പിൻ ചെയ്തേടാ. ഇനി പ്രസന്റ് ചെയ്തോളാം. ടോപ്പിലായിട്ട് നോക്കി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതിലൊന്ന് പറഞ്ഞു കൊടുക്കോ? മേളിലായിട്ട് ഒരു റൗണ്ട് കാണുന്നുണ്ടോ? മേളില് ഇല്ല മാം, വരുന്നില്ല അതിനകത്ത്. ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മുടെ വലത് സൈഡ് മുകളിലായിട്ട്. ഇല്ല ഒന്നും. ക്യാമറ ഓൺ ചെയ്യുന്നതിന് അവിടെ ഒരു ആരോ കാണും, 2 ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഏറ്റവും മുകളിൽ. കുഴപ്പമില്ല മോൻ ക്യാമറ ഏറ്റവും മുകളിൽ. കുഴപ്പമില്ല മാം, ക്യാമറ കാണിച്ചു. ഇതാണ് മാം ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇത് മാം ഈ ചുരുനകം വരുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ വീഴ്ത്താനുള്ളതാണ് ഒരു ഇതാണ്. പിന്നെ ഇത് ഇടുക്കില്, കാലിടുക്കിലൊക്കെ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ വരുത്താനായിട്ടുള്ളതാണ്. പിന്നെ ഇത് പഞ്ഞിയാണ് മാം. പാരസെറ്റമോള് മോക്ക് പനിയാകുമ്പോൾ കൊടുക്കാനുള്ള. പിന്നെ ബാൻഡേജ്, പിന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള വിക്സിൻ്റെതാണ്. പിന്നെ സിസർ, പിന്നെ ഇത് നോസൽ ഡ്രോപ്സ് ആണ്. പിന്നെ ഇത് മുറിവൊക്കെ പറ്റുമ്പോഴൊക്കെ അതിനകത്ത് വിൽക്കുന്ന ഒരു തരം ലിക്വിഡാണ്. ബാൻഡേജ് പോലത്തെ. പിന്നെ അലർജി ഉണ്ട് മാം, അപ്പൊ അതിന്റെ ഒരു ജലദോഷത്തിൻ്റെത്. പിന്നെ ചെറ്റാലിന്റെ മരുന്ന്. ഇത് പൊള്ളലിനിടുന്ന മരുന്നാണ് മാം. പിന്നെ പാരസെറ്റമോൾ. എത്ര തന്നെയാ മാം? ഓക്കേടാ. വേറെ ആരും കാണിക്കാനില്ലല്ലോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രസന്റ് ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ? ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് 3-5 എന്താ പറയാ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണേന്ന് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞത് ഒരാള് വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണേന്നാ പറഞ്ഞത്. അതെങ്ങനെ കൊടുക്കണേ? ഒരാൾക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോണ കണ്ടു കഴിഞ്ഞാൽ നമ്മള് മാക്സിമം അയാളെ കരയ്ക്ക് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇനിയിപ്പോ നമ്മള് ആള് മുങ്ങി പോവാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പുഴയിലേക്കോ കുളത്തിലേക്കോ ആണെങ്കിലും ഇറങ്ങാൻ പാടുള്ളൂ. നീന്തൽ നന്നായിട്ട് അറിയുന്ന ആള് മാത്രമേ രക്ഷപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കയറൊക്കെ കെട്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം രക്ഷപ്പെടുത്താനായിട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പല ന്യൂസിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് രക്ഷപ്പെടുത്താൻ പോയ ആള് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ പത്രത്തില്? കേട്ടിട്ടില്ലേ നിങ്ങൾ? അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കുറച്ചും കൂടി നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടോ, കയറ് വലത് കിടപ്പുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വടിയോ അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആളെ കരക്കെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും ഉണ്ടോ അവരോട് കാര്യം ഇൻഫോം ചെയ്തിട്ട് വേണം, ഒരാൾ മുങ്ങുന്നുണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാണ് എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇറങ്ങാനായിട്ട്. കാരണം എങ്ങാനും ഒരു അബദ്ധവശ നമ്മൾ ആ ഒരു പെട്ട് പോവുകയാണെങ്കിൽ രക്ഷപ്പെടുത്താനായിട്ട് മറ്റൊരാളെ ഇൻഫോം ചെയ്യുന്നത്, മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെന്താ പറയുന്നത്, കരക്കെടുത്തതിന് ശേഷം ആള് കോൺഷ്യസ് ആണെങ്കിൽ, ബോധമുണ്ടെങ്കിൽ ആൾ എന്ത് ചെയ്യണം, മുങ്ങിപ്പോയ ഒരാൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, കമത്തി ഇട്ടിട്ട് എന്ത് ചെയ്യണം,
നല്ല രീതിയിൽ വെള്ളം കളയാനായിട്ട് നോക്കണം. അല്ലാതെ വയറ്റിലൊക്കെ നെക്കി വെള്ളം കളയല്ല വേണ്ടത്. ഇനി കോൺഷ്യസ് അല്ല അല്ലെങ്കിൽ കോൺഷ്യസ് അല്ല എന്നുണ്ടെങ്കിൽ പൾസ് നോക്കുക. പൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസം കൊടുക്കുക. ഇനി പൾസും ഇല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? എന്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്? CPR കൊടുക്കണം. അതെങ്ങനെയാണ് മുതിർന്നവർക്ക് കൊടുക്കണേന്നും എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കണേന്നും പറഞ്ഞത് ഇല്ലേ? മുതിർന്നവരിൽ നമ്മൾ ഈ കൈ മുഷ്ടി ഇങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കണമെങ്കിൽ, ഇങ്ങനെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, കുട്ടികളിൽ എങ്ങനെയാണ്? 2 വിരലായിരിക്കും ആ ഒരു പാർട്സിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് നമ്മൾ CPR കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ കണ്ടു നോക്കി യൂട്യൂബിൽ CPRന്റെ കണ്ടു. ബാക്കിയുള്ളവരൊന്നും എന്താ മിണ്ടാത്ത? എന്തോരം നേരം വെറുതെ ഫോണിലൊക്കെ വെറുതെ ഇരിക്കുന്നു. അപ്പൊ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ കാണാത്തവർ എന്ത് ചെയ്യുക? CPR എങ്ങനെയാ കൊടുക്കണ്ടേ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്ത് നോക്കുക. ഇതൊന്നും ജസ്റ്റ് നമ്മളൊന്ന് പഠിക്കാം, നല്ലതാണ്. കാരണം ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏതൊരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. സോ ഏതൊരു സിറ്റുവേഷനിലായാലും നിങ്ങളൊരു ടീച്ചർ എന്ന നിലയിലോ അമ്മ എന്ന നിലയിലോ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും. സോ ആ സിറ്റുവേഷൻ നമ്മൾ പാനിക് ആവാൻ പാടില്ല. നല്ല ധൈര്യത്തോടെ നല്ല കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. അതിന് നമുക്ക് ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചിട്ടും എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടതെന്നും നല്ല അറിവ് വേണം. ഓക്കെ. ഇനി ബേൺസ് ആൻഡ് സ്കാൽഡ് ആണ് പറയുന്നത്. ഒരാൾ വായിച്ചേ, അതിനുള്ള ആൾ വായിച്ചേ ബേൺസ്. ഞാൻ വായിച്ചു. A person may get burns by fire, a piece of metal, or by current. Sometimes the burns are caused by boiled water, milk, etc. Then it is called scars. The burned place should be saturated by clean water. If the patient has collapsed, try to bring him to his senses. Antiseptic ointment for burns should be applied. Coconut oil and clean water are also helpful in sinus burnings. If the burn is serious, medical care is to be given. The first aider should be careful in detecting the nature of temporary treatment. പോയിന്റ്സ് വരെ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഒരു പേഴ്സൺ ഇപ്പൊ ചിലപ്പോ ഒരു ഫയറോ ഒരു തീ പൊള്ളുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽ ചൂടായിട്ടുള്ള മെറ്റൽ നമുക്ക് തൊടുമ്പോഴോ അല്ലെങ്കിൽ കറണ്ട് ഒക്കെ മുഖേന നമുക്ക് എന്ത് വരാറുണ്ട്? പൊള്ളലേക്കാറുണ്ട്. പൊള്ളലേക്കാറുണ്ട്. അത്ര സീരിയസ് അല്ലാത്ത പൊള്ളലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് അല്ലെങ്കിൽ അതിനത് ക്ലീൻ ചെയ്തിട്ട് നല്ല ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് പറ്റും. ചില ആൾക്കാരോട് ഡോക്ടർമാർ എന്ത് പറയാറുണ്ട്? ക്ലീൻ ചെയ്യണ്ട, അല്ലെങ്കിൽ എന്താ പറയാ, വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട്. ഈ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് പരത്തിയാലും മതിയായിരിക്കും. അപ്പൊ നമ്മൾ പൊള്ളലേക്കുമ്പോ സാധാരണയായിട്ട് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് പരത്താറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെയൊക്കെ അവര് ചില കുറെ എന്താ പറയാ പൊടിക്കൈകളൊക്കെ ചെയ്യും. തേൻ പുരട്ടും. പിന്നെ നെയ്യ് പറ്റും അത് പറ്റും. എനിക്കിങ്ങനെ ഒരു പ്രാവശ്യം കൈ അരി വാർത്തതിനിപ്പോ കയ്യിലേക്ക് വെള്ളം വീണിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഹസ്ബൻഡിന്റെ അമ്മ എന്നിട്ട് കോഴിനെയ്യ് എടുത്ത് പറ്റും. അപ്പൊ പറയും അത് പെട്ടെന്ന് വീർക്കില്ലാന്ന്. പേസ്റ്റ് പറ്റുന്നോട് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. കാരണം പേസ്റ്റ് പറ്റണ്ടെന്ന് ഇപ്പൊ പറയുന്നുണ്ട് കേട്ടാ. പേസ്റ്റ് പറ്റിക്കഴിഞ്ഞാൽ പൊളയ്ക്കൂന്ന് പറയുന്നു. പൊളയ്ക്കൂന്ന് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അലോവേറ ജെല്ല് പറ്റുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ ഇല്ല, അത് നല്ലതാ. ഉരുളക്കിഴങ്ങ്. ഓക്കെ. മിസ്സേ പിടികിട്ടി, ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. എന്താണ്? ബാക്ക് ക്യാമറ ഓൺ ആക്കാനായിട്ട് ഇപ്പൊ പറ്റുന്നുണ്ട് തോന്നുന്നുണ്ട്, നോക്കട്ടെ. ഓക്കെ, നോക്കിക്കോ. ആ ക്ലാസ്സിന്റെ ലാസ്റ്റ് ആവുമ്പോ നമുക്ക് ടൈം തരാം കേട്ടാ. നമുക്ക് ചെയ്ത് നോക്കിക്കോ ക്യാമറ ഓൺ ആവുന്നുണ്ടോന്ന്. അപ്പോ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ബേൺസ് സംഭവിച്ചു കഴിഞ്ഞാൽ പറ്റാൻ പറ്റും? ഏറ്റവും നല്ലത് പച്ചവെള്ളം കൊണ്ട് അവിടെ കഴുകുന്നതല്ലേ? പച്ചവെള്ളം ഓയിന്റ്മെന്റ് പറ്റാൻ പറ്റില്ലേ? ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് അല്ലേ? അല്ല മാം, എനിക്ക് ഞാനിപ്പോ ഒരു 6 മാസമുള്ളപ്പോ മോന്റെ കുട്ടി തിളപ്പിച്ചിട്ട്
ഒരു മാസത്തോളെങ്കിൽ റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ തോന്നുന്നുണ്ട്. അല്ല പിന്നെ എന്റെ കയ്യെന്ന് പറയാനുള്ളിലായിരുന്നു ഒരു മൊത്തം. അപ്പം ഈ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓയിൻമെന്റും മറ്റേ ഈ സാധനങ്ങൾ കയറിയിട്ടൊന്നും എന്റെ കയ്യിൽ ഏൽക്കുന്നില്ല. അവസാനം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോ അവര് ഓയിൻമെന്റും ഈ മറ്റേ മങ്ങി പോവുകയും ചെയ്തു. ഭയങ്കരമായിട്ട് ഈ പെയിനും വരുകയും ചെയ്തു. പൊള്ളി കഴിഞ്ഞപ്പോ കൈ മൊത്തം കുപ്പി തിളപ്പിച്ചല്ലേ, നല്ല ചൂടാണല്ലോ. അത് മോന്റെ പാലെടുക്കുന്ന കുപ്പിയായിരുന്നു. കുഞ്ഞ് വന്നിട്ട് അപ്പുറത്ത് തൊട്ടി കിടക്കും. കുഞ്ഞിന് മേത്ത് വീണില്ല ഭാഗ്യത്തിന്. വേറെ എന്തൊക്കെയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബേൺസിന്? മാം സിലിക്കോൺ ജെൽ ഷീറ്റ്സും പിന്നെ വിറ്റമിൻ ഇ ഓയിലൊക്കെ പറ്റില്ലേ? ഓക്കേടാ. ഞങ്ങളുടെ അച്ഛനൊരു വൈദ്യനാണ്. അപ്പൊ അത് അച്ഛന് പൊള്ളലിന് വേറെ ഒരു വെളിച്ചെണ്ണ ഉണ്ട്. കറക്റ്റ് പേരെന്താന്ന് എനിക്കറിയില്ല. അത് നല്ലതാന്ന് പറയും നമ്മള് പൊള്ളലിന് പറ്റാൻ വേണ്ടിട്ട്. ഓക്കെ. അലോവേറ ഞാനിപ്പൊന്ന് റൗണ്ട് ചെയ്യാം. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞു. പേസ്റ്റ് പറ്റാതിരിക്കണേണ്ട നല്ലത്. അലോവേറ ജെൽ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ആന്റിസെപ്റ്റിക് ക്രീം, തേൻ പറ്റും ചില ആൾക്കാര്. ഐസ് വെക്കില്ലേ? ഐസ് അതൊരു ആശ്വാസമല്ലേ നമുക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് ആ പൊള്ളലിന്റെ നീറ്റിൽ കുറച്ച് കുറയ്ക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്തോ ഞാൻ അങ്ങനെ വായിച്ചതുപോലെ എവിടെ പറഞ്ഞത് പോലെ തോന്നുന്നു. ഐസ് ശ്വാസം കിട്ടുമെന്ന് പറയും. ഐസിന്റെ അവിടെ കൊണ്ട് വെച്ചേനെ കൈ നമ്മള് പൊള്ളുമ്പോ ശരിക്കും പുകയില്ലേ? 2 പ്രാവശ്യം ഞാൻ വെച്ചിട്ട് എനിക്ക് അത് വീർക്കാണ് ചെയ്തത്, പോളക്കാണ് ചെയ്തത്. ഞാൻ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. ഐസും അതേപോലെ ഇപ്പൊ വെള്ളത്തിൽ മുക്കി പിടിക്കരുതെന്നോ അങ്ങനെ എന്തോ, ഒത്തിരി നേരം മുക്കി പിടിക്കരുതോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ബേൺസ് കുറച്ചുകൂടി കൂടുതലാണെന്ന് വിചാരിക്കും. കുറച്ച് ചിലപ്പോ ബേൺസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൊള്ളല്, മെറ്റീരിയൽ നമ്മൾ കൈമേക്ക് സാധാരണ നമ്മള് അടുക്കളയിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പൊള്ളലൊക്കെ കേൾക്കാറില്ലേ, അതാണ് ബേൺസ്. ബേൺസിന്റെ അപ്പർവേഷൻ ആണ് സ്കെയിൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ ബോയിൽഡ് തിളച്ച വെള്ളം നമ്മുടെ മേത്തേക്ക് വീഴും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വീണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. തിളച്ച വെള്ളം അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന പാല്, അങ്ങനെ നമ്മുടെ ഒരു ബോഡിയുടെ ഒരു എന്താ പറയാ ഒരു 70% ഒക്കെ പൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കപ്പോഴും നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അതിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ മെഡിക്കൽ എയ്ഡ് കൊടുക്കുക, മെഡിക്കൽ കെയർ കൊടുക്കുക. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കൂടുതൽ, കാരണം എത്രയും പെട്ടെന്ന് ആ പേഷ്യന്റിനെ എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. പറയുന്നത് ഫസ്റ്റ് നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ക്ലീൻ വാട്ടർ വെച്ച് ബേൺ ചെയ്ത പ്ലേസ് എന്ത് ചെയ്യുക, കഴുകാൻ ശ്രമിക്കുക. അതേപോലെ ഈ പേഷ്യന്റ് ചിലപ്പോൾ കൊളാപ്സ് ആയി പോകും. പെട്ടെന്ന് തിളച്ച വെള്ളം വീഴുമ്പോ പേടിച്ചിട്ട് സെൻസ് അൺകോൺഷ്യസ് ആവാനുള്ള ചാൻസ്, പേടിച്ചിട്ട് ചിലർ പേടിച്ചിട്ട്. സോ അത് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. ദെൻ ആന്റിസെപ്റ്റിക് ക്രീം പറ്റാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൊടുക്കേണ്ടത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ക്ലീൻ വാട്ടറോ, അതൊക്കെ നല്ല സ്ലൈറ്റ് ബേണിങ്സിന് ചെറിയ ബേണിങ്സ് ഒക്കെ ആണെങ്കിൽ നല്ലതാണ്. സീരിയസ് കണ്ടീഷൻ ആണെങ്കിലും മെഡിക്കൽ എയ്ഡ് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുക. സോ നമ്മള് first aid should be careful in defecting the nature of temporary treatment to operate to the patient. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആരാണോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന അവരെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അവർക്ക് അറിയണം എന്ത് ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പേഷ്യന്റ് ആ സിറ്റുവേഷനിൽ കൊടുക്കേണ്ടതെന്നുള്ളത് വ്യക്തമായി ആർക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് അറിയണം. He or she should have some essential qualities such as compassion, gentleness, power of conclusion, resourcefulness, alertness, etc. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് അവർക്ക് നല്ല ധൈര്യം വേണം, നല്ല മാന്യമായ പെരുമാറ്റം, പിന്നെ എന്താണ് പവർ ഓഫ് കൺക്ലൂഷൻ, പെട്ടെന്ന് കൺക്ലൂഷൻ എത്താനുള്ള പവർ, അല്ലെങ്കിൽ റിസോഴ്സ്ഫുൾനെസ്, ഓൾട്ട്നെസ്. ഞാൻ പറഞ്ഞില്ല, ഒരാൾ വെള്ളത്തിലേക്ക് മുങ്ങി പോവാണ്, അടുത്ത് കയറുണ്ടെങ്കിൽ ആ കയറോ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ആ കയർ നമ്മൾ ഏതെങ്കിലും മരത്തിൽ കെട്ടിയിട്ട് നമ്മൾ അവിടെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ മാക്സിമം നമ്മളുടെ മേത്തും കെട്ടാ ആ കയർ, എന്നിട്ട് ചാടി രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് ആ കയറ് പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരയിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരാളെ രക്ഷപ്പെടുത്തേണ്ടത്. ഓക്കെ. അല്ലാതെ നമുക്ക് പറഞ്ഞോടാ റീജ. കാര്യം പറയട്ടെ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളിങ്ങനെ വെക്കേഷൻ സമയത്ത് നാട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ കുളമുണ്ട്, വലിയ കുളം. അപ്പം എനിക്ക് നീന്താൻ അറിയാം, പക്ഷെ എൻ്റെ കൂടെയുള്ള രണ്ടാൾക്ക് നീന്താൻ അറിയില്ല.
ഞങ്ങള് മേമ ഓപ്പ അങ്ങനെ കുറേ പേരെല്ലാവരും കൂടെ പുഴേൻ്റെ സൈഡിലേക്ക് നിന്നിട്ട് നോക്കുമ്പോൾ അവരെല്ലാവരും അലക്കിയിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ പിള്ളേരായതുകൊണ്ട് പിന്നെയും വെള്ളത്തിലേക്ക് ഇറങ്ങി കളിച്ചു. നോക്കുമ്പോൾ കൂടെയുള്ള ഒരു കുട്ടി വെള്ളത്തിലേക്ക് വീണു. പക്ഷെ എനിക്ക് നല്ലോണം നീന്താൻ അറിയാമേ. ഞാൻ അതേപോലെ ഇറങ്ങിയിട്ട് അവളെ പിടിച്ച് വലിക്കുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് ഒരാൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അത്ര സിമ്പിളായിട്ട് വലിച്ചു കയറ്റാൻ പറ്റില്ല. എനിക്ക് നല്ല എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് വലിക്കും തോറും അവർ നമ്മളെ കൈയും കാലും പിടിച്ച് ബാക്കിലേക്ക് വലിച്ച് താഴേക്ക് കൊണ്ടുപോവുക ചെയ്യുക. കുറേ നേരം കഷ്ടപ്പെട്ടു. പക്ഷെ എങ്ങനെയോ എനിക്ക് വലിച്ച് പുറത്തേക്ക് ഇടാനായില്ല. പക്ഷെ അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആൾക്കാരൊക്കെ വന്നു. പക്ഷെ ഞാൻ ഉള്ളിലേക്ക് പോവാതെ പിടിച്ചു വെച്ചു. ഇപ്പം നമുക്ക് നല്ലോണം നീന്തൽ അറിയുകയാണെങ്കിലും കൂടെ നമ്മളെക്കൊണ്ട് ഇതേപോലെ കയറൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വെള്ളത്തിലേക്ക് ചാടിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെയും കൊണ്ട് അവർ പോകും. നമുക്ക് കയറാൻ പറ്റിയെന്ന് വരില്ല. ഭയങ്കര റിസ്ക്കാണ് വെള്ളത്തിൽ നിന്ന് ഒരാളെ വലിച്ച് കയറ്റുക. അവർ പിടി കിട്ടിയ ഒരു സന്തോഷത്തിൽ അവർ നമ്മളെ കൈയും കാലൊക്കെ പിടിച്ച് അവർ മുകളിലേക്ക് കുതിക്കാൻ നോക്കും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായി താഴേക്ക് പോകും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വല്ലാത്ത മെനക്കേടാണ്. അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിലൊരാൾ വീണാൽ കൂടെ ചാടാൻ പാടുള്ളൂ. അല്ലാത്തൊരു ചാടിയാൽ രണ്ടാളും കൂടെ താഴെ പോകും. ശരിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് മിക്കപ്പോഴും കേൾക്കാറുണ്ട് പത്രത്തിലൊക്കെ ഇങ്ങനെയാണ്, ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് ഇറങ്ങിയ ആള് ഒഴുക്കിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മള് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്താണോ, ആ സമയത്ത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു സമയത്ത് ഒരു നേവി ഓഫീസർ, ഒരു അമ്മയും കുഞ്ഞും അമ്മയും മക്കളും കൂടി വെള്ളത്തില് വീണു. വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. എറണാകുളത്താണ് ഈ സംഭവം നടക്കാനായിട്ട്. വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അതിന്റെ ഒരു റിലേറ്റഡ് ആയിട്ട് നമ്മളെ ഒരു ഫിലിമിൽ ആ ഒരു കാര്യം പറയുന്നുണ്ട്. എടുത്ത് ചാടി മക്കൾ രണ്ടുപേരും മരിച്ചു. അമ്മ രക്ഷപ്പെട്ടു. പക്ഷെ ഇവരെ രക്ഷപ്പെടുത്തിയത് ആദ്യം അമ്മനെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയ നേവി ഓഫീസറിനെ പിന്നെ കണ്ടിട്ടില്ല ആരും. അത് എവിടെ പോയിന്നോ എന്ത് പറ്റിയെന്നോ ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഒരുപാട് സെർച്ച് ഒക്കെ നടത്തി. നേവി ഓഫീസറാണ്. സോ നീന്തല് അല്ലെങ്കിൽ സ്വിമ്മിങ്ങിൽ ഏറ്റവും കൂടുതൽ പരിശീലനം കിട്ടുന്ന ഒരു ഫോഴ്സ് ആണ് അവര്. എന്നിട്ട് പോലും അവർക്കത് ആ ഒരാൾക്ക് സ്വയം രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മള് നിസ്സാരം എന്ന് വിചാരിക്കരുത്. കാരണം അത്രയും ഇതാണെങ്കിൽ മാത്രം, കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കയറോ മറ്റെന്തെങ്കിലും അടുത്തുള്ള എന്താണോ ഉള്ളത് അത് വെച്ച് അത് യൂസ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. അത്രയും നീന്താൻ അറിയെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇറങ്ങാനായിട്ട് പാടുള്ളൂ. ഓക്കെ. അതേപോലെ നമ്മള് നല്ല ധൈര്യം വേണം ഈ ഒരു സിറ്റുവേഷൻസ്. ചിലപ്പോൾ പാമ്പ് കടി ഏറ്റു എന്ന് പറയുമ്പോൾ അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ പാമ്പ് കടി ഏറ്റ ആൾക്ക് ചിലപ്പോൾ സ്പോർട്സിലേക്ക് ആയിരിക്കില്ല കടിച്ചത്. ചിലപ്പോ അപ്പൊ എന്തായാലും നമ്മൾ കൊടുക്കണം, നല്ല ധൈര്യം കൊടുത്തിട്ട് അത് നമ്മൾ നോക്കാം എന്ത് സ്നേക്ക് ആണ്. സ്നേക്ക് പോയിസൺസ് ആണെങ്കിൽ മാത്രം നമ്മൾ ഫസ്റ്റ് എയ്ഡ്സ് അവർക്ക് കൊടുത്താൽ മതി. പോയിസണസ് അല്ലെങ്കിൽ ആളുകൾ നല്ല രീതിയിൽ കംഫർട്ട് ആക്കാം. ഇത് പോയിസണസ് സ്നേക്ക് അല്ല, എന്നാലും ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, മുകളിലോട്ട് ബ്ലഡ് കയറില്ല. വിഷം ഉണ്ടെങ്കിൽ തന്നെ മുകളിലോട്ട് ശരീരത്തിലേക്ക് വ്യാപിക്കില്ല. ഉറങ്ങാതിരുന്നാൽ മതി. നമുക്ക് ഹോസ്പിറ്റലിൽ വേഗം പോകാൻ പറയും. ഈ പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ പോലും ആളെ പെട്ടെന്ന് പേടിപ്പിക്കരുത്. നമ്മള് ആൾക്ക് നല്ല ധൈര്യം കൊടുക്കുക, വേഗം ആളെ ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ആ പോകുന്ന വഴി നമ്മൾ ആളെ എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാനായിട്ട് അലൗ ചെയ്യാനായിട്ട് പാടില്ല. അല്ലാത്ത പക്ഷം എന്താന്ന് വെച്ചാൽ പാമ്പ് കടി ഏറ്റു എന്ന് പറഞ്ഞാൽ പാമ്പ് ചിലവര് ഭയങ്കര പേടിക്കൂലേ. അപ്പൊ അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കുന്നു, ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ആളും പേടിക്കുന്നു. അതേപോലെ ആ ഒരു പാമ്പ് കടി ഏറ്റ ആൾ പേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തായാലും ബ്ലഡ് പ്രഷർ കൂടും. അതേപോലെ തന്നെ ബ്ലഡിലുള്ള പോയിസൺ ബോഡി മൊത്തം വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ട് കുറെ നാൾക്ക് മുമ്പാണ്. പാമ്പ് കടി ഏറ്റ ആള് മരണപ്പെട്ടു അങ്ങനെ പറഞ്ഞിട്ട് എന്തോ ഒരു ന്യൂസ് ഹെഡിങ് നല്ല രസമായിരുന്നു. അതുകൊണ്ട് ഞാൻ വായിച്ചതാണ്. അപ്പൊ പാമ്പ് കടി ഏറ്റ ആള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു പാമ്പ് കടിക്കാണ്ട് വിഷം കയറാണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് വിചാരിച്ചു ഞാൻ അത് വായിച്ചപ്പോ ന്യൂസിൽ ഇങ്ങനെയാണ് കണ്ടിട്ട് വന്നത്. ആള് കടിച്ച പാമ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിസണസ് സ്നേക്ക് അല്ല, വിഷമില്ലാത്ത പാമ്പാണ്. ആള് പാമ്പിനെ കണ്ടുമില്ല. അത്യാവശ്യം ഏജിലാണ്, 42-48 വയസ്സ് എങ്ങാണ്ടുണ്ട്. അപ്പൊ എന്താണ്, പാമ്പിനെ കണ്ടിട്ടില്ല. സോ പാമ്പ് കടിച്ചു എന്ന് മനസ്സിലായി, ഒരു കാലങ്ങൾ കുറഞ്ഞു. പക്ഷേ ആൾ ശരിക്കും പേടിച്ചു. ആ സമയത്ത് ഭയങ്കരമായിട്ട് പേടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കുന്ന എന്താണ്, ഭയങ്കരമായിട്ട് ബ്ലഡ് പ്രഷർ കൂടും. സോ ആ സമയത്ത് ഹാർട്ട് അറ്റാക്കും കൂടി വന്നു. ആൾക്കാർ വിചാരിച്ചു, കൂടെ ഉള്ള ആൾക്കാർ എന്താ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ത് തന്നെയാണ്
പാമ്പ് കടിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാൾക്ക് മുമ്പായതുകൊണ്ട് വൈദ്യന്റെ അടുത്ത് എന്ത് ചെയ്തു, വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി. വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയിട്ടും ആള് ഇതാവുന്നില്ല, ബ്രീത്ത് ചെയ്യുന്നില്ല. അപ്പൊ വൈദ്യൻ പറഞ്ഞു നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചോ, എന്റെ കയ്യിൽ നിൽക്കില്ലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് മനസ്സിലായത് കടിച്ച പാമ്പ് പോയിസൺ അല്ല. വൈദ്യനും പറഞ്ഞു സ്നേക്ക് അല്ല എന്നാ പറഞ്ഞത്. കടിച്ച പാമ്പ് എന്തല്ല പോയിസൺ അല്ല, പോയിസൺ സ്നേക്ക് അല്ല, ആൾക്ക് വന്നത് ഹാർട്ട് അറ്റാക്ക് ആണ് ഇവിടെ എത്തിക്കുന്നതിന് മുമ്പായിട്ട്. എന്തോ ആ വൈദ്യന്റെ അടുത്ത് എത്തിച്ച സമയത്ത് ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. പക്ഷെ നിങ്ങൾ ടൈം വൈകിയതുകൊണ്ട് നമുക്ക് ആളെ കിട്ടിയില്ല, അതുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞ ന്യൂസ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റുമ്പോൾ നമ്മൾ ആളെ എന്ത് ചെയ്യാനായിട്ട് നോക്കിയത്, ഇങ്ങനെ കൊളാപ്സ് ആക്കാനായിട്ട് അല്ലെങ്കിൽ പീഡിപ്പിക്കാനായിട്ട് നോക്കിയത്, കുറച്ച് ധൈര്യം കൊടുത്ത് നമ്മൾ ആളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരണം. ഓക്കെ അല്ലേ? ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നു, ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തോളൂ അല്ലേ? അതിനുള്ള ധൈര്യം ഇല്ലേ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും? കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചേഴ്സ് ഏത് സാഹചര്യവും ഫേസ് ചെയ്യാനായിട്ട് എന്തായിരിക്കണം, കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ, അതോടെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഈ ഒരു യൂണിറ്റും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യം കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആയിരുന്നു യൂണിറ്റ് 5, അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന യൂണിറ്റ് 4, 5 കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ മൂവ് ഓൺ ആവുന്നത് ചാപ്റ്റർ 8 ആണ്. പാർട്ട് 1 ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 8. മാം കോമൺ ചൈൽഡ്ഹുഡ് മോക്ക് ടെസ്റ്റ് വന്നില്ല മാം? എന്താണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിന്റെ മോക്ക് ടെസ്റ്റ് വന്നില്ലല്ലോ? ഇല്ലല്ലോ മിസ്. അത് മിസ് ഇത് ക്ലാസ്സിലായിട്ട് ലൈവായിട്ട് തന്നെ, അത് മതിയോ? ആണോ? മോക്ക് ടെസ്റ്റ് അവിടെ തന്നില്ല അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരെ, പക്ഷെ അത് തന്നിട്ടില്ല. അല്ലെങ്കിൽ രണ്ടും ഇടാട്ടെ എന്ന് തന്നെ. കാരണം ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കാൻ പറയും, പക്ഷെ നമ്മളതൊന്ന് ഫോളോ ചെയ്യണം. ഞാൻ വിട്ടുപോയതാണ്, ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാട്ടോ. ഇപ്പൊ തന്നെ 2 ചാപ്റ്റർ ഇടാൻ പറയാട്ടോ. അങ്ങനെ ഇതുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ടില്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അവരിടാൻ വിട്ടുപോകുന്നത് അത് എന്നോട് ഇൻഫോം ചെയ്യണം കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ അത് എന്നോട് ഇൻഫോം ചെയ്യണേ. ഓക്കെ അല്ലേ? നമ്മളിനി അടുത്തൊരു ചാപ്റ്റർ ഏതാണ്, ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ഓക്കെ, ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വാക്സിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? വാക്സിന്റെ ചാപ്റ്റർ എടുത്തില്ല ശ്രുതി ടീച്ചർ? ഇമ്മ്യൂണൈസേഷന്റെ ഒക്കെ ചാപ്റ്റർ. അത് ശരിക്കും ആ ചാപ്റ്ററിൽ പറയുന്ന കുട്ടി ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രഗ്നന്റ് ആയിരിക്കണം വുമൻസിന് ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് അവർക്ക് മാരകമായിട്ടുള്ള ഡിഫ്തീരിയ, ടെറ്റനസ്, പെപ്റ്റിസൈഡ്സ്, പോളിയോ അതേപോലത്തെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വാക്സിൻസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ എന്താ പറയാ ഭാവി തലമുറ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ അമൂല്യമായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളാണ്, കുട്ടികളാണ്, കുഞ്ഞു കുട്ടികളാണ്, ഭാവി വാഗ്ദാനങ്ങളാണ് അവര്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു ബാല്യം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലത്തെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇത് കൂടാണ്ട് വാക്സിന്റെ ഒക്കെ കാര്യം ഓക്കെ, ഇത് കൂടാണ്ട് പോഷകാഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അംഗനവാടി വഴിയും അതേപോലെ തന്നെ സ്കൂൾ വഴിയും അവർക്ക് ഭക്ഷണങ്ങൾ, പോഷകാഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ശരിക്കും പറഞ്ഞാല് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തേ കൊടുക്കുന്നുണ്ട് പോഷകാഹാരങ്ങൾക്ക് വേണ്ടിയിട്ട്. അമ്മമാർക്ക് സാഫല്യം അങ്ങനെ എന്തൊരു പാക്കറ്റ് പൊടി ചില അംഗനവാടികളിലൊക്കെ അരി എന്താ പറയാ എന്റെ മോള് പ്രഗ്നന്റ് ആണ്, 8 മാസം. അവിടുന്ന് കിട്ടുന്നത് 50 ഗ്രാം വെളിച്ചെണ്ണ, പിന്നെ 2 ഉണ്ട ശർക്കര ഇല്ലേ, അത് 2 ഉണ്ട കിട്ടും, പിന്നെ 50 ഗ്രാം ഉഴുന്നും പരിപ്പ് കിട്ടും, പിന്നെ 3 കിലോ ഗോതമ്പ് കിട്ടും. ഇതെല്ലാം നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാ പറയുന്നത്. എന്നാലും നമുക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്താണ്. അതേപോലെ തന്നെ സുരക്ഷിതമായ ഒരു ബാല്യം നമ്മൾ ഓരോ കുട്ടിക്കും പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുട്ടി ജനിച്ചു
ഒരു 6 മാസം 6 മാസം വരെ എന്തായാലും ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യണം, മുലപ്പാല് കൊടുക്കണം. 6 മാസം കഴിയുമ്പോൾ തന്നെ അംഗനവാടി വഴി വീണ്ടും പോഷകാഹാരങ്ങൾ 3 വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇല്ലേ? ഇത് കിട്ടിയിട്ടില്ല. മോന്റെ വീട് എവിടെയാണ്? കാഞ്ഞമറ്റം. ഏത് ഡിസ്ട്രിക്റ്റാ? കോട്ടയം. കോട്ടയമാണോ? അതെന്താ കിട്ടാത്ത? അംഗനവാടി പോയി ചോദിക്കാറുന്നില്ലേ? ചോദിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ അങ്ങനെ ഇവിടെ മിക്ക പ്രഗ്നന്റ് ആയ ആൾക്കാർക്കൊന്നും കിട്ടണില്ല. അതെന്താ അങ്ങനെ? നമ്മുടെ അവകാശമല്ലേ? കംപ്ലൈന്റ് ചെയ്താൽ മതി. കംപ്ലൈന്റ് ചെയ്യണം, കാരണം അവരുടെ മാറ്റുന്നുണ്ടാവും. ഇപ്പൊ കൊച്ചിന് 6 മാസമായി പോയിട്ടും കിട്ടിയിട്ടില്ല ഇത് സാധനം. 6 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അതും കിട്ടിയിട്ടില്ല ഒന്നും. പ്രഗ്നന്റ് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്താണ്? പ്രഗ്നന്റ് ആയിട്ട് നേരത്തെ പ്രഗ്നന്റ് ആയിട്ട് അമൃതം പൊടി കിട്ടും മോനെ. 6 മാസം കഴിഞ്ഞ കുട്ടിക്ക് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗനവാടിയിൽ ചോദിച്ചു അമൃതം പൊടി എന്തായാലും കിട്ടും. കാരണം നമ്മുടെ വാർഡിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്ക് അംഗനവാടിയിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ചോദിച്ചോ എങ്ങനെയുണ്ടല്ലോ എന്ന്. അല്ലെങ്കിൽ അവരെന്തായാലും തരണം, കാരണം ഗവൺമെന്റിന്റെ സ്കീമാണ്. അപ്പൊ എന്തായാലും തരാതിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ വാർഡ് മെമ്പറിനോട് പറയണം, കംപ്ലൈന്റ് ചെയ്യണം. കംപ്ലൈന്റ് ചെയ്യാന്ന് വിചാരിച്ച ഞങ്ങള് കൊടുത്തു, കംപ്ലൈന്റ് കൊടുത്തു. കാരണം നമ്മുടെ അവകാശമാണ്, നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. നമുക്ക് തരണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. വാക്സിൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നില്ലേ? വാക്സിൻ ഒക്കെ എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മിസ് നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്കൊന്നും കിട്ടൂല, അവരുടെ ടീച്ചേഴ്സിന്റെ ആൾക്കാർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തപ്പോ കൃത്യതയിൽ എന്നെ വിളിച്ചിട്ട് മാസത്തില് പിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് വാങ്ങിയിട്ട്. അവരെ നമ്മളെ നാട്ടിലല്ലോ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് അങ്ങനെയാണ്. നമ്മളിവിടെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ഇവിടുന്ന് ശരിക്കും എല്ലാവർക്കും കിട്ടും. അവര് വന്നിട്ട് ചെയ്യും, ആശാ വർക്കേഴ്സ് വന്നിട്ട് നമ്മള് സെൻസസ് എടുക്കും ഒക്കെ ചെയ്യും. അവിടുന്ന് ഒന്നും ഉണ്ടാവില്ല, സെൻസസും ഉണ്ടാവില്ല. ഒരു ഇത് പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട വിറ്റാമിൻ മരുന്ന് പോളിയോ ഒന്നും പറയുകയില്ല. ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ കിട്ടൂല, കുട്ടികൾക്കും കിട്ടൂല. അവരെ ആൾക്കാർക്ക് മാത്രം, അവരെ ചുറ്റുപാടുള്ളവർക്ക് മാത്രം കൊടുക്കും. അപ്പൊ കംപ്ലൈന്റ് ചെയ്തത് ഇപ്പൊ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. കംപ്ലൈന്റ് ചെയ്ത കാരണം നമ്മളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശമാണ്. അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം. ജാസ്മിൻ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സ്? 6 മാസമായി. ഇവരെ പോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടാണ്ടാവുക. ഇത് അവര് വന്നാൽ അത് മിസ്യൂസ് ചെയ്യാം, വേറെ ആൾക്ക് കൊടുക്കാനും ഇതൊക്കെ. അതുകൊണ്ട് എന്തായാലും ഞമ്മക്ക് മിസ്സേ പിന്നെ ഒരു കാര്യമുണ്ട് മിസ്സേ, രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. എവിടെയാണ് വർക്കർ വന്നിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാ, വീട്ടിൽ വന്നിട്ട് ചെയ്യേണ്ടതല്ലേ അത്. നമ്മൾ രജിസ്റ്റർ കൊടുക്കണം, ആധാർ കാർഡും എല്ലാം കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അംഗനവാടിയിൽ, എന്നാ കിട്ടുള്ളൂ. നാട്ടില് ആശാ വർക്കർ വീട്ടിൽ വന്നിട്ട് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യും. ആധാർ കാർഡ് ഉണ്ടോ? അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന കാർഡ് ഉണ്ടോ? അല്ലെങ്കിൽ മാതൃ ഒരു കാർഡ് ബുക്ക് ഇല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത്? രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മോനാദിലിനെ ആ കാർഡ് ഉണ്ടോ? കുട്ടിയുടെ വാക്സിൻ ഒക്കെ എടുക്കുന്ന കാർഡ്? ഉണ്ട് എനിക്ക്. ഞാൻ മിസ്സേ പിന്നെ അവര് അവിടെ കംപ്ലൈന്റ് പറഞ്ഞപ്പോ കൃത്യതയില് പിന്നെ രണ്ടാമത്തെ കുട്ടീന്റെ എല്ലാ കാര്യം അവര് വീട്ടിൽ വന്നിട്ട് തന്നെ പിന്നെ രജിസ്റ്റർ ചെയ്യണം എല്ലാം ചെയ്തിന്. ഫസ്റ്റിലേക്ക് തന്നെ അറിയാത്തതുകൊണ്ട് ഇപ്പൊ കൊണ്ടെല്ലാം കൃത്യതയിൽ വിറ്റാമിൻ മരുന്നിന്റെ ഒക്കെ വിളിച്ചു പറയും ഇത്രാം തീയതി. ഇപ്പൊ പിന്നെ കമ്പ്യൂട്ടർ വഴി ആക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മെസ്സേജ് വരും. ഇപ്പൊ വാക്സിൻ ഏതെങ്കിലും മിസ് ആയി കഴിഞ്ഞാൽ അപ്പൊ മെസ്സേജ് വരും. ഇപ്പോഴാണ് ശരിക്കും. ഇപ്പൊ അമൃതം പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാർച്ച് 31-നുള്ളിൽ രജിസ്റ്റർ ചെയ്യണം നിങ്ങള്. അതുകൊണ്ടാണ് അവര് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും പിന്നെ അറിയൂല. ഇവരെ പോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടണം. നമ്മളെ പറഞ്ഞാൽ മാത്രമേ പിന്നീട് അവരത് ഇതാവും. അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കുക. കാരണം ഈ 31-നുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. ആ ഒരു പോർട്ടൽ ഈ ഒരു വർഷം അങ്ങനെ എന്തുണ്ട് 31-നുള്ളിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. കേട്ടാ, അതൊന്നൊന്ന് അന്വേഷിക്കേ. ഇമ്പോർട്ടന്റ് ആണ് മോൻ, അത് ഫോളോ ചെയ്യണേ. ഓക്കെ. അപ്പോ കുട്ടികളുടെ ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും.
അത് ഉണ്ട് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 6 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ പോഷകാഹാരം എന്ന രീതിയിൽ അമൃതം പൊടിയൊക്കെ കിട്ടുന്നത്. സോ അവരുടെ ആ ഒരു ഫുഡ്, ആ ടൈമിലുള്ള ഫുഡ് ഒത്തിരി ബാലൻസ്ഡ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അവർ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ അംഗനവാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം. ഇപ്പൊ അംഗനവാടിയിൽ എന്തൊക്കെയാ ഭക്ഷണം രാവിലെ എന്ന് അറിയാവോ? ആരെങ്കിലും കുട്ടികൾ അംഗനവാടി പോകുന്നുണ്ടോ? ഉണ്ട് മാം. എന്താ രാവിലെ അവർ ടിഫിൻ കൊടുക്കാറുണ്ടോ? അവര് രാവിലെ ചില ദിവസം പാല് അല്ലെ മുട്ട, അവല് നനച്ചത്. ഇവിടെ അംഗൻവാടിയിൽ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഒന്നരാടനാന്ന് തോന്നുന്നു. ഉച്ചക്ക് കഞ്ഞിയും പയറ്, അല്ലെ പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും പച്ചക്കറി ആണ്. ഉച്ചക്ക് ബിരിയാണി ആക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആള് കഫേഡ് ബിരിയാണി ഒക്കെ നമ്മുടെ എവിടെയായിരുന്നു? ഇവിടെ ആലപ്പുഴയിലാണ്, തിരുവനന്തപുരത്താണ് എവിടെ. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ ന്യൂസ് വായിക്കാറുണ്ട്. അതേപോലെ വൈകുന്നേരവും ഇതേപോലെ തന്നെ ആഹാരം കൊടുക്കുന്നുണ്ട് ഇല്ലേ? എന്താണ് ഉപ്പുമാവുണ്ട്, ചെറുപയറിന്റെ എന്തോ ഒരു ഇതും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒരു കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ദെൻ അവർ വലിയ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഉച്ചഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി എന്താണ് എഗ്ഗും അതേപോലെ തന്നെ മിൽക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളുടെ എന്താ പറയാ ആരോഗ്യത്തിന് ന്യൂട്രീഷണൽ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ചൈൽഡ് വെൽഫെയറിനെ കുറിച്ചിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ, കാരണം ടൈം കഴിയാറായിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ആരാണ് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞത്? ഫസ്റ്റ് എയ്ഡ് ബോക്സ് പറഞ്ഞോടാ. ആരായിരുന്നു പറഞ്ഞത്? സിമിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പ്രസന്റ് ചെയ്യാൻ? സിമി പ്രസന്റ് ചെയ്യോ? അല്ല, അതല്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ലാസ്റ്റ് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരത് പറഞ്ഞത്? സൈൻ ഔട്ട് ഉണ്ട്. ഓക്കെ, സൈൻ ഔട്ടിന് മുമ്പേ സിമിയാണോ? അല്ല, മിസ് പറഞ്ഞല്ലോ ലാസ്റ്റ് നമ്മുടെ പ്രസന്റ് ചെയ്യാന്ന്. ഏത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രസന്റ് ചെയ്യാ ക്ലാസ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരാളോടെ പറഞ്ഞത്, ഒരു കുട്ടീനോട് പറഞ്ഞത്. ആൾക്ക് ഇപ്പൊ ക്യാമറ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്നോടാ ആണ്. ഓക്കെ, പിൻ ചെയ്യാണ്ടാടാ, പിൻ ചെയ്യാണ്. പ്രസന്റ് ചെയ്യൂലേ? പ്രസന്റ് ചെയ്തോട്ടാ സിമി. സിമി കണ്ടോ മിസ്സേ? ഇല്ല, അവിടെ ക്യാമറ ഓഫ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബാക്കിയുള്ളവർക്ക്? ക്യാമറ ഇല്ല, ഇവിടെ കാണാൻ പറ്റുന്നില്ല. ക്യാമറ ഓൺ ചെയ്യട്ടോ. ഇവിടെ എനിക്ക് കണ്ടല്ലോ. ഇനി കുഴപ്പമില്ല, പേടിക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിലില്ലേ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് പഠിക്കണം കേട്ടോ. എല്ലാവരും നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? എന്താ പറയാ, ഈ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കില് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ആക്ടിവിറ്റി തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കില് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ മാം. ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടൊരു സോങ്. ഓക്കെ, ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടൊരു സോങ് പ്രിപ്പയർ ചെയ്യണം. എല്ലാവരും മ്യൂട്ടായി നോക്കി ഇത് കേട്ടെ. ഹെൽത്തി ഹാബിറ്റ്സ് എന്തെല്ലാമാണ് ഹെൽത്തി ഹാബിറ്റ്സ്? അപ്പൊ അതിനെ കുറിച്ചിട്ടൊരു സോങ് പ്രിപ്പയർ ചെയ്യണം. പറ്റോ? ആക്ഷൻ സോങ്. എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് നല്ല രീതിയിൽ, കുഞ്ഞു കുട്ടികളാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കണെന്ന് വിചാരിക്കും,
അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ പ്രസന്റ് ചെയ്യാൻ. ഞങ്ങൾ ഇത്രയും വലിയ ആൾക്കാരാണെന്ന് വിചാരിക്കുന്നത് ചെറിയൊരു 3 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് ആക്ഷൻ സോങ് പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ ആക്ഷൻ സോങ് ആണ്. കൗണ്ടർ സോങ്ങും വേണം, ദെൻ കൂടെ എന്തും വേണം, ആക്ഷനും വേണം. സോ നല്ല ധൈര്യത്തോടെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ മാം. ഹെൽത്തി ഹാബിറ്റ്സ് അത് ഇംഗ്ലീഷിലാണോ മറ്റേ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇംഗ്ലീഷിലാടാ. ഓക്കെ. ഹെൽത്തി ഹാബിറ്റ്സ് ട്ടാ. ഓക്കെ, ഇന്നത്തെ സൈൻ ഔട്ട് ആരാണ്? മാം ഞാനാണ്. സൈൻ ഔട്ട് പറഞ്ഞോടാം. Okay. Good morning, Abarna ma'am and my dear friends. I am Rashida from Thrissur. We made this unforgettable. Thank you for an amazing class. I want to heartfelt gratitude to each for you for your hard work. You make teaching enjoy. As we part ways, remember that you are capable of achieving anything you set to your mind. Thank you, ma'am. Thank you, Rashida. Thank you all. Thank you, ma'am. താങ്ക് യു മാം.